പാഴ്സി രാജാവായ കോരേശ് എൻ്റെ ഇടയനാണ്, അവനെൻ്റെ ഹിതം മുഴുവൻ നിവർത്തിക്കുമെന്ന് കോരേശ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യെശയ്യാവ് എന്ന പ്രവാചകനിലൂടെ തൻ്റെ ജനത്തോട് വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി, ദൈവജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ഞാനൊരുവനെ എഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, കോരേശ് ഒരു യഹൂദനല്ല. യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നത് പോലെയോ ഉപവസിക്കുന്ന പോലെയോ ഭക്തി മുറുകെ പിടിക്കുന്ന പോലെയൊന്നും ആ പാരമ്പര്യത്തിലൊന്നും ജീവിച്ച മനുഷ്യനല്ല. പക്ഷേ അവൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് അവനെക്കുറിച്ച് ഒരു നിർണയം ഉണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു, ആലോചനയായിരുന്നു, പദ്ധതിയായിരുന്നു. കോരേശിൻ്റെ വാഴ്ചയുടെ തുടക്കത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ഉണർത്താൻ തുടങ്ങി. ദൈവം അവനോട് പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. കോരേശിനോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. തിരുവചനങ്ങൾ എഴുതിയിരിക്കുന്ന ആ വചന വെളിപ്പാടുകൾ ലഭിച്ചപ്പോൾ കോരേശ് കൽപ്പന പുറപ്പെടുവിച്ചു. സ്വർഗത്തിലെ ദൈവമായ യഹോവ ഈ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുകയാണ്. യെരൂശലേമിൽ ഒരു ആലയം പണിയുവാൻ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആലയത്തിൻ്റെ പണി നടക്കട്ടെ. ദൈവത്തിൻ്റെ ജനം ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി പുറപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, കോരേശിനോട് ദൈവം ഒരാലോചന പറഞ്ഞപ്പോൾ അത് തന്നോടുള്ള ആലോചനയാണ്, അത് തൻ്റെ ഉത്തരവാദിത്വമാണ്, അതെന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്, ഞാൻ ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് വന്നപ്പോൾ അടുത്തത് കോരേശിൻ്റെ നാവിൽ നിന്ന് പുറത്തു വന്നത് കൽപ്പനയാണ്, അധികാരത്തിൻ്റെ വാക്കുകളാണ്. പാഴ്സി രാജാവായ കോരേശിന് ഞാൻ പേർഷ്യയുടെ രാജാവാണെന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ല കോരേശ് പറഞ്ഞത്. കോരേശ് പറഞ്ഞു, സ്വർഗത്തിലെ ദൈവമായ യഹോവ, ഭൂമിയിലെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നവനായ ദൈവം എനിക്ക് കൽപ്പന തന്നിരിക്കുകയാണ്. ആ കൽപ്പന ഞാൻ സ്വീകരിക്കുകയാണ്. ഈ ഭൂമിയിലെ സകല രാജ്യങ്ങളെ ദൈവം എനിക്ക് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇവിടെ നിന്നുകൊണ്ടൊരാലോചന പറയാം. യേശു കർത്താവ്, സൃഷ്ടാവായ ദൈവം തന്നെ അനുഗമിച്ചവരോട്, തന്നെ വിശ്വസിച്ചവരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടുവിൻ, നിങ്ങൾ ലോകം മുഴുവൻ കടന്നു ചെന്ന് സുവിശേഷം പങ്കുവയ്ക്കുവിൻ. നിങ്ങൾ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ച് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇത് ദൈവം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനയാണ്. സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ളവൻ്റെ അധികാര കൈമാറ്റം. പുറപ്പെടുവിൻ, ലോകം മുഴുവൻ പോകുവിൻ, സകല ജാതികളെ ശിഷ്യരാക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് അധികാരം തരികയാണ്. അധികാരം ലഭിച്ച കോരേശ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ജനത ഉണരുകയാണ്. ഒരു ജനത ഉണരുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവം തൻ്റെ വചനത്തിലൂടെ ഇടപെട്ടെങ്കിൽ ഇത് ഉണർവിൻ്റെ സമയമാണ്. ദൈവം നിങ്ങളെ ഉണർത്തുകയാണ്. കോരേശ് ഉണർന്നപ്പോൾ പ്രവാസത്തിൽ കിടന്ന യഹൂദ ഉണർന്നു, പ്രവാസത്തിൽ കിടന്ന ബെന്യാമീൻ ഉണർന്നു. യഹൂദയോടൊരു ചോദ്യം, യഹൂദയെ നീ എന്താണ് ഉണരുന്നത്? യഹൂദ പറയുകയാണ്, എൻ്റെ മേലൊരു പ്രവചനം കിടക്കുന്നുണ്ട്, ഞാനും ഒരു ആലോചന കേട്ടിട്ടുണ്ട്, എന്നോടും ഒരു ആലോചനയുണ്ട്. യഹൂദ ഒരു ബാലസിംഹമാണ്, അവൻ ഇര പിടിച്ചു കയറുന്നവനാ, അവൻ പതുങ്ങിക്കിടക്കുകയാ, അവകാശമുള്ളവൻ, രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ യഹൂദായിൽ മറഞ്ഞിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, എങ്ങനെ അവൻ ഉണരാതിരിക്കും? നിന്റെ അകത്തു വീണ ചില ആലോചനകളുണ്ട്,
നിന്നോട് ദൈവം വ്യക്തിപരമായി പറഞ്ഞ ചില വാഗ്ദത്തങ്ങളുണ്ട്. ഇത് ഉണർവിൻ്റെ കാലമാണ്, ഇത് അന്ത്യകാലമാണ്. ദൈവം നിന്നെ വിളിച്ചത്, ദൈവം നിൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെ മൂർച്ച കൂട്ടിയത്, ദൈവം നിന്നെ മിനുക്കി അമ്പാക്കി പൂണിയിൽ മറച്ചത് ഇന്ന് പകൽ എഴുന്നേറ്റ് പ്രകാശിക്കാനാണ്. ഇസ്രായേലെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും. ബെന്യാമിൻ ഉണരുകയാണ്. ബെന്യാമിനെ, നീ എന്താണ് ഉണരുന്നത്? എന്നോട് ഒരാലോചനയുണ്ട്. ദൈവം പറഞ്ഞു, ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായാണ്, അവൻ ഇരയെ പിടിച്ചു വിഴുങ്ങുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വാഗ്ദത്തങ്ങൾ ലഭിച്ചവർ, ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി നിയമിക്കപ്പെട്ടവർ, പട്ടണങ്ങളുടെ വിടുതലിന് വേണ്ടി നിയമിക്കപ്പെട്ടവർ, മുൻപിലൊരു കോരേശ് ഉണർന്നപ്പോൾ ഒരു പറ്റം ആളുകൾ, ഒരു കൂട്ടം ആളുകൾ, മറഞ്ഞിരിക്കുന്നവർ, വാഗ്ദത്തം ലഭിച്ചവർ, ആലോചന സ്വീകരിച്ചവർ ഉണരുകയാണ്. ഇത് ഉണർവിൻ്റെ സമയമാണ്, ഇത് വിടുതലിൻ്റെ സമയമാണ്, ഇത് നിന്റെ സമയമാണ്, നിന്നോട് പറഞ്ഞ ദൂതിൻ്റെ നിവൃത്തിയുടെ സമയമാണ്. ഉണരുക സിയോനെ, ഉണരുക, ഉണരുക. നിന്റെ ബലം ധരിച്ചു കൊള്ളുക, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അറുത്തു കളക, വിശുദ്ധ അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക. പുറപ്പെടാൻ സമയമായി. ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.